ഇസാഫ് ബാങ്കിന്റെ ഓമല്ലൂര് കൈപ്പട്ടൂര് ബ്രാഞ്ചിൽ നിന്നും കൊടുമുള്ളിലെ ഒരു വീട്ടമ്മ നീല എന്ന് പറയുന്ന വീട്ടമ്മ 70,000 രൂപ വായ്പ എടുത്തു. ഒരു ദിവസം വൈകിയതിനെ തുടർന്ന് ഇസാഫ് ബാങ്കിന്റെ ജീവനക്കാരെന്ന പേരിൽ നമ്മുടെ നാട്ടിലും കേരളത്തിലും കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന ചില ഗുണ്ടാ മാഫിയകൾ ഇരച്ചു കയറി ആ വീട് പൂട്ടിയിട്ട് ആ വീട്ടമ്മയെയും മകനെയും ഭീഷണിപ്പെടുത്തി. ഒരു ദിവസം രാവിലെയാണ് ഈ ഭീഷണിപ്പെടുത്തൽ നടത്തുന്നത്. അവരുടെ താക്കീത് എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പണം നൽകണം, ഞങ്ങൾ തിരികെ ഇപ്പൊ പോവുകയാണ്, 5 മണിക്ക് മുമ്പ് പണം നൽകിയില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്നാണ് പറഞ്ഞത്. പാവപ്പെട്ട വീട്ടമ്മയും കുടുംബവും 5 മണി വരെ പല ശ്രമവും നടത്തി. ആ ആഴ്ച അടയ്ക്കാനുള്ള പണം കിട്ടിയില്ല. 5 മണിക്ക് ഈ കൊട്ടേഷൻ സംഘം, ഈ മാഫിയ സംഘം ആ വീട്ടിലേക്ക് ഇരച്ചു കയറി. ആ വീട്ടമ്മയും മകനെയും വീട്ടിലേക്ക് തള്ളിയിട്ട് പൂട്ടിയിട്ടു. ആ നാട്ടിലാകെ ആ വീട്ടമ്മയും കുടുംബത്തെയും അപമാനിച്ചു. ആത്മാഭിമാനമുള്ള കുടുംബമായതുകൊണ്ട് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണുണ്ടായത്. ആ വീട്ടിലെ 3 ആളുകളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വീട്ടമ്മയും മകനും വീട്ടമ്മയുടെ ഭർത്താവും ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. ആ വീട്ടമ്മ മരണപ്പെട്ടു. 2 ആളുകൾ ഇപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആ ഇസാഫ് ബാങ്കിന്റെ ഈ നെറുകേടിനെതിരായി ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനം വലിയ പ്രതിഷേധമാണ്. 2 ദിവസം മുമ്പ് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധം ഈ ബാങ്കിന് മുന്നിലേക്ക് നടത്തി. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു ഇതൊരു സൂചനാ സമരമാണ്. ഈ സൂചനാ സമരത്തിൽ നിങ്ങൾ നെറുകേട് കാണിക്കാൻ പാടില്ല. ഈ സൂചനാ സമരം കൊണ്ട് മാന്യമായി ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞത് ആ വീട്ടമ്മ എടുത്തിട്ടുള്ള വായ്പ എഴുതി തള്ളണം, ആ കുടുംബം എടുത്തിട്ടുള്ള വായ്പ എഴുതി തള്ളണം, ആ അനാഥമായ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാര തുക നൽകണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ മരണം നടന്ന 3 ദിവസം കഴിഞ്ഞിട്ടും ഈ മാനേജ്മെന്റ് ആ കുടുംബത്തോട് അനുഭാവപൂർവമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു ഇതൊരു സൂചനാ സമരമാണെന്ന്. നിങ്ങൾ കരുതി ഇവിടെ ചില യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പട്ടിഷോയാണോ ഡിവൈഎഫ്ഐയുടെ സമരം എന്നാണോ നിങ്ങൾ കരുതിയത്? ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഈ സമരം ജില്ലയാകെ വ്യാപിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉയർത്തുന്നത് ആ വീട്ടമ്മ കുടുംബ നേതാവായ ആ വീട്ടമ്മയ്ക്കും കുടുംബത്തിനും ആവശ്യമായ നഷ്ടപരിഹാര തുക നൽകണം. ആ കുടുംബം എടുത്തിട്ടുള്ള വായ്പ എഴുതി തള്ളണം. പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മരണത്തിന് ഉത്തരവാദികളായ ജീവനക്കാരെ, കൊട്ടേഷൻ സംഘത്തെ ഇവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്ത് അകത്താക്കണം, ജയിലിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ഈ ബാങ്ക് വീണ്ടും ഈ നാട്ടിൽ ഈ കൊട്ടേഷൻ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ തീർക്കും. ഇപ്പോ ഈ സമരം ഇപ്പൊ ഞങ്ങൾ സൂചനാപരമായി നടത്തുന്നത് പത്തനംതിട്ട ബ്രാഞ്ചിലേക്കാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, 48 മണിക്കൂർ കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഇസാഫ് ബാങ്കിന്റെ ബ്രാഞ്ച് പ്രവർത്തിക്കാത്തതിനുള്ള ഉജ്ജ്വലമായ സമര പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ